ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു റൈസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. എഗ് റൈസാണ്. നമ്മുടെ നോർമൽ ഫ്രൈഡ് റൈസ് പോലെയൊന്നുമല്ല, ഒരു തനി നാടൻ എഗ് റൈസ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടറിന് പകരം ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് 2 വലിയ സബോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലാകുന്നത് വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 3-4 പച്ചമുളക് അരിഞ്ഞതും 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് കിട്ടണം. ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ക്യാപ്സിക്കം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഈ റൈസ് ഒരു യെല്ലോയിഷ് കളറായിരിക്കും. നിങ്ങൾക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആ മസാലയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കണം. 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ആ മുട്ടയൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ബാക്കിയുള്ള മസാലയൊക്കെ ഇട്ടൊക്കെ മിക്സ് ചെയ്ത് നല്ല ഡ്രൈ ആക്കി എടുക്കുക. നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുക. ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കണം. 1.5 കപ്പ് റൈസ് ഉപ്പ് മാത്രമായിട്ട് വേവിച്ചെടുത്തതാണ്. ആവശ്യത്തിനുള്ള റൈസ് മാത്രം ചേർക്കുക. ഒരുപാട് റൈസ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ കുറയും, ടേസ്റ്റ് ഉണ്ടാവില്ല. ബസ്മതി റൈസാണ് ഇവിടെ ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ചെറിയ അരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിലേക്കോ നമുക്ക് തന്നെ ലഞ്ചിനും ഒക്കെ തയ്യാറാക്കി എടുക്കാം. അതുപോലെ ബാക്കി വരുന്ന നെയ്ച്ചോറൊക്കെ ഉണ്ടെങ്കിൽ തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് സാലഡോ തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നോൺ വെജ് വേണമെങ്കിൽ അതും സെർവ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് കച്ചമ്പറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത്. അതിൻ്റെ കൂടെ കുറച്ച് പുളിയില്ലാത്ത തൈരും അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.